നിങ്ങൾക്കറിയാം, നിങ്ങൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ടൈപ്പിനെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ടൈപ്പിന്റെ മെഷീൻ പോലും പല കുട്ടികളും ഇവിടെ കണ്ടിട്ടില്ല അല്ലേ. അപ്പൊ ടൈപ്പിന്റെ മെഷീൻ ഇതെന്ന് പറഞ്ഞാൽ ഈ കാലകാലങ്ങളിൽ പണ്ട് ഉള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതില് നമുക്ക് ശരിക്കും വേക്കൻസികളുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ പല കുട്ടികളും തന്നെ നമ്മുടെ ITA സെക്ഷനിലുള്ള കുട്ടികൾ നമ്മുടെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇത് പഠിച്ചിട്ടുണ്ട്, NCPC പഠിച്ചിട്ടുണ്ട്, RRB പഠിച്ചിട്ടുണ്ട്, സ്റ്റെനോഗ്രാഫി പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെയാണ് KDT എന്ന് പറഞ്ഞാൽ എന്താണ്, കേരള ഗവൺമെന്റ് ടെക്നിക്കൽ കോഴ്സാണ്. ഇതാണ് നമ്മളിവിടെ എടുക്കുന്ന കേരള ഗവൺമെന്റ് ടെക്നിക്കൽ കോഴ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിൽ തന്നെ അതുണ്ട്. അതിൽ വരുന്നത് ടൈപ്പ് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, അതേപോലെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഉണ്ട്. അതില് മലയാളം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വേക്കൻസി വരുന്ന സമയത്ത് ഒരു ടൈപ്പ് കഴിഞ്ഞാൽ ചോദിക്കണം. നേരത്തെ നമുക്ക് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്, LD ടൈപ്പിസ്റ്റുകളാണ്, അല്ലെങ്കിൽ സ്റ്റെനോ ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ് പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ഇങ്ങനെയുള്ള വേക്കൻസികളാണ് നമുക്കുണ്ടായിരുന്നത്. അത് പന്ത്രണ്ടിന്റെ പല കുട്ടികൾക്കും നേരത്തെ എല്ലാ കുട്ടികൾക്കും അതിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം ഈ വേക്കൻസികളൊക്കെ പല ജില്ലകളായിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും ഈ ലെവലിൽ തന്നെ പഠിച്ചാലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ജോലി കിട്ടാൻ ശരിക്കും ജോലി കിട്ടിയാൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഹിന്ദി സ്റ്റെനോ ഉണ്ടായിരിക്കും. ഹിന്ദി സ്റ്റെനോ പിന്നെ ഹിന്ദിയിൽ തന്നെ ഷോർട്ട് ഹാൻഡ് ഉണ്ട്, ഹിന്ദിയിൽ ഷോർട്ട് ഹാൻഡ്, ഇംഗ്ലീഷും ഷോർട്ട് ഹാൻഡ് ഉണ്ട്. അതിനുശേഷം അപ്പം അങ്ങനെ ഈ ലെവലിലൊക്കെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്. ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റുകളാണ് ഇത്. പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കോടതിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ISROയിൽ ജോലി ചെയ്യാൻ പറ്റും. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഈ സ്കീമിലൊക്കെ നമുക്ക് ശരിക്കും വേക്കൻസി ഉണ്ട്. കാരണം നിങ്ങൾക്കത് അറിയാൻ പറ്റാത്തതാണ്. കാരണം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാൽ ഈ ലെവലിലോട്ട് നിങ്ങൾ വരുന്നില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ കമ്പ്യൂട്ടർ മോശമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. ഇപ്പോൾ ലോകത്ത് ശരിക്കും വ്യാപിച്ച് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടെയാണ്. അപ്പം എന്നാലും ആ മേഖലയിൽ കൂടി ഇതും കൂടി നമ്മൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓഫീസ് വർക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മുടെ ടൈപ്പിൽ വന്ന ഒരു കുട്ടിയോട് നമുക്ക് അവർക്ക് അറിയത്തില്ല അവർ എങ്ങനെയാണെന്ന് പറഞ്ഞു. അവർക്ക് കുറച്ച് പഠിച്ചിട്ട് അവരങ്ങ് പോകും. പരീക്ഷ എഴുതുന്ന കുട്ടികൾ എഴുതാത്ത കുട്ടികൾ എഴുതില്ല. എന്നാലും നമുക്ക് ഈ ഓഫീസ് വർക്കുകൾ ഒരു 10-25 ഓഫീസ് വർക്ക് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബേസിക് റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബേസിക് റോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ DCA ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഇതിനകത്ത് ഉണ്ട്. ബേസിക് റോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മളിപ്പോൾ KDT പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫസ്റ്റ് റോ നമ്മൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് റോയാണ് പറയണേ ASDFEF. അപ്പോൾ ഒരേ വിരലനുസരിച്ച് ASDFGF. അതിനുശേഷം എന്താണ്, പിന്നെ അടുത്ത് സെമിക്കോളം LKJHJ. അപ്പോൾ ഇങ്ങനെ ഈ ഫസ്റ്റ് റോയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ ഒരു 10-15 ദിവസത്തിൽ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടിക്കണം. നമ്മൾ ആ വിരൽ ആ ബേസിക് റോയിൽ തന്നെ കൊടുക്കണം. എങ്ങനെയെങ്കിലും നമ്മൾ അടിച്ചുകൊണ്ടായില്ല. ബേസിക് റോ പഠിക്കണം, നല്ലപോലെ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ വാക്കുകൾ നമുക്ക് ശരിക്കും നമുക്ക് ടാലൻ്റായിട്ട് നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ടൈപ്പ് നമ്മൾ കണ്ടുപിടിച്ചത് അതാണ് ആദ്യം പറയണ്ട. വില്യം ഹെൻറി മില്ലാണ് ടൈപ്പ് റൈറ്റർ. 1714 വില്യം ഹെൻറി മില്ലാണ് ടൈപ്പ് റൈറ്റർ മെഷീൻ കണ്ടുപിടിച്ചത്. അപ്പൊ അത് അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയേണ്ടി വരും. കാരണം നിങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ മെഷീൻ തന്നെ പല കുട്ടികളും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ്, നമുക്ക് ഓരോ ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ഭാഗങ്ങൾ പറഞ്ഞാൽ ആദ്യം എന്താണ് പറഞ്ഞാൽ ഇത് ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണ്. മെഷീന്റെ പേരെന്താണ്? ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ എന്നാണ് ഇതിന്റെ പേര്. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ആണ് അല്ലേ. അപ്പൊ ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ഈ ടൈപ്പിൽ ആര് കണ്ടുപിടിച്ചത്? 1714 ആരാണ് കണ്ടുപിടിച്ചാൽ വില്യം ഹെൻറി മില്ലാണ് ടൈപ്പ് റൈറ്റർ മെഷീൻ കണ്ടുപിടിച്ചത് അല്ലേ. അത് ചേട്ടാ ഇതിന് നമുക്ക് തന്നെ ഈ ഫസ്റ്റ് ഈ കാണുന്നത് കീബോർഡ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇത് കീബോർഡ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഈ കീബോർഡിൽ തന്നെ നമുക്ക് അക്ഷരങ്ങളാണ് അടക്കിയിരിക്കുന്നത്. ടൈപ്പുകളാണ് ഇതിൽ അടക്കിയിരിക്കുന്നത്. അപ്പൊ അതിന് ഒരേ എലൈറ്റ് പൈക എലമെന്റ് അങ്ങനെ കുറെ കീഴൊക്കെ ഇതിനകത്തുണ്ട്. ശരിക്കും പഠിക്കാനുണ്ട്.
അപ്പൊ ഒരു കീയിൽ തന്നെ നമുക്ക് എത്ര അക്ഷരം അടുക്കിയിട്ടുണ്ട്? 2 അക്ഷരം അടുക്കിയിട്ടുണ്ട്. ഒന്ന് സ്മാൾ അക്ഷരം ഉണ്ട്, ഒന്ന് ക്യാപിറ്റൽ അക്ഷരം ടൈപ്പ് അല്ലേ? അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് റോ, ആദ്യത്തെ റോ നമ്മൾ എന്താണ് പറയുന്നത്? ഫസ്റ്റ് റോ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് റോ അല്ലെങ്കിൽ എന്ത് പറയും? ഗൈഡ് റോ, ഗൈഡായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനെന്ത് പറയാം? ഹോം കീകൾ. ഹോം കീകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? വീട് അല്ലേ? ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്. അപ്പൊ ആ വീട്ടിൽ നമ്മളിപ്പോ ഏത് മേഖലയിൽ പോയാലും എവിടെ നമ്മൾ എത്തുന്നത്? വീട്ടിലാണ്. അപ്പൊ ഇയാൾ ഇപ്പൊ ഇവിടെ വന്ന് പിന്നെ അയാൾ ആപ്ലിക്കേഷൻ എടുക്കാൻ അവിടെ സെന്ററിലൊക്കെ പോയി, പിന്നെ വേറെ കടകളിലൊക്കെ പോയിട്ട് നമ്മുടെ എവിടെയാണ് എത്തുന്നത്? വീട്ടിലാണ് എത്തുന്നത്. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഏത് മേഖലയിൽ പോയാലും നമ്മൾ എവിടെ ഈ റോയിൽ വന്നെത്തണം. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഹോം കീകൾ എന്ന് പറയുന്നത്. അതിനെന്ത് പറയുന്നത്? ഹോം കീകൾ. അടുത്തത് അപ്പൊ ഈ ഹോം കീകളാണ് അടുത്തത്. പിന്നെ രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ആണ്. അതിന് വേറെ പേരൊന്നുമില്ല, സെക്കൻഡ് റോ എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ റോ ഏതാണ്? തേർഡ് റോ. ഈ കീബോർഡിൽ ഇത്രയാണ്. അപ്പൊ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ഈ 3 റോയും നമ്മൾ ശരിക്കും നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളെ കൈ വഴങ്ങി തന്നെ വരണം. അപ്പൊ നമുക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ 3 റോ, അതാണ് നമ്മൾ 2 മാസമെങ്കിലും പഠിക്കണമെന്ന് പറയുന്നത്. എന്ന് ചോദിക്കും, ടീച്ചറെ നമുക്ക് 10 ദിവസം കൊണ്ട് പഠിച്ച് നമുക്ക് എഴുതുന്ന സ്പീഡ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയില്ല. 10 ദിവസം കൊണ്ടൊന്നും സ്പീഡ് ആവാൻ പറ്റില്ല. ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് സ്പീഡ് അടിക്കാൻ നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയണം. ഒരു വാക്ക് പോലും തെറ്റാൻ പാടില്ല. അപ്പൊ നമുക്ക് അത്രയും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? അപ്പൊ ഇതാണ് ഈ കീബോർഡിന്റെ പ്രത്യേകതയെല്ലാം ഇതായിരുന്നു. ഇനി അടുത്ത നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇത് നമ്മൾ എന്ന് പറഞ്ഞ ഈ പേപ്പറൊക്കെ ഇൻസെർട്ട് ചെയ്യണതാണ് ഇതെല്ലാം. പേപ്പർ ഇൻസെർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് ഇത് സിലിണ്ടർ എന്നാണ് പറയുന്നത്. സിലിണ്ടർ കൊണ്ട് കറക്കി എടുക്കുന്ന പേപ്പറുകൾ. പിന്നെ ഇതിന് നമ്മളെന്ന് പറയാൻ കേരേജ്. ഇത് മൊത്തത്തിൽ കാണുന്നത് കേരേജാണ്. പിന്നെന്താണ് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ കാണുന്നത് എന്താണ്? കേരേജാണ്. പിന്നെ അതിനുശേഷം ഞാൻ എല്ലാം പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് നമുക്ക് ശരിക്കും 100 മാർക്കിന് നമ്മൾ പഠിച്ചപ്പോൾ ഉള്ളതാണ്. എന്താ കാരണം? നമ്മുടെ ഈ വിഷയം അടിച്ചിട്ടിട്ടാണ് അവർ പറയുന്നത് സെറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് മാർക്കുണ്ടായിരുന്നു. മാർക്കുണ്ട്. അതിന് 1 day ക്വസ്റ്റ്യനുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. അത് മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നത്. കമ്പ്യൂട്ടർ അത് മാറ്റിയിട്ടാണ് ഇവിടെയൊക്കെ തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു കുട്ടികൾക്ക് ഒരു മാറ്റം ഒരു കുട്ടികൾക്ക് പറഞ്ഞില്ല. പിന്നെ അവർ വേറെ പോയി മെക്കാനിസ്റ്റിന്റെ അടുത്ത് പോയി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പൊ ഇത് എടുക്കാനോ റിബൺ മാറ്റാനോ സെറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. അപ്പൊ അതാണിത്. ഇത് കേരള എന്ന് പറയും. ഇത് റിബൺ സ്കൂൾ കപ്പാൻ്റെ ക്യാപ്പാണ്. റിബൺ ഇങ്ങനെ ഇട്ടിട്ട് റിബൺ വൈബ്രേറ്റർ എന്നാണ് ഇത് പറയുന്നത്. അതാണ് വൈബ്രേറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ ആ റിബൺ ഇങ്ങനെ റിബൺ ചുറ്റി ഇട്ടിട്ടുണ്ട്. റിബൺ സ്കൂൾ കപ്പ്. ഇത് സ്കൂൾ കപ്പായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇത് സ്കൂളാണ് കേട്ടോ. റിബൺ സ്കൂൾ കപ്പാൻ്റെ ക്യാപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. കണക്ക്. അപ്പൊ ഇത്രയ്ക്ക് ടൈപ്സുകൾ അടുക്കിയിരിക്കുന്നു. ഇതിനെ നമുക്കെന്ത് പറയാം? ടൈപ്പ് കുഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ടൈപ്പ് കുഷൻ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി. വേറെ ഇപ്പം ഇതിൽ തന്നെ പല പല കീകളെല്ലാം ഉണ്ട്. സ്പേസ് ബാർ ഉണ്ട്. ഷിഫ്റ്റുകൾ 2 ഷിഫ്റ്റ് സൈഡിന് ഒരു സൈഡ് ഇതടിക്കുമ്പോൾ അത് ഇത് താക്കും, വലതുവശത്ത് താക്കും, പിന്നെ വലതുവശത്തുമ്പോൾ ഇടതുവശത്ത് താക്കും. അങ്ങനെ ഷിഫ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇതിനെപ്പറ്റി എന്താണെന്നുള്ളത് മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. സാധാരണ ഒരു സ്ഥലത്ത് തന്നെ അവരിങ്ങനെ പറയുന്നു, എങ്ങനെയാണ് ASAP കാണിച്ചാൽ എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിയണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ.